നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന സ്പെഷ്യലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. MBA ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പഠിച്ചാൽ എന്ത് ജോലി കിട്ടും നോക്കാം. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇപ്പോൾ ഈ സംശയം എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. MBA പഠിക്കുമ്പോൾ എന്ത് MBA പഠിക്കണം? ഇന്നിപ്പോൾ MBA നമ്മൾ പറയണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ഫിനാൻസ് പഠിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, പ്രോസസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ഇതെല്ലാം നമ്മൾ യു ഗെറ്റ് എൻ ഓവറോൾ ഐഡിയ അബൌട്ട് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാത്തിനെക്കുറിച്ചും. രണ്ടാമത്തെ വർഷമാണ് ആൾക്കാർ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ അത് നമ്മുടെ ഒരു അഭിരുചിയും കൂടി നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും പോലെ ഒരു അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഇല്ലേ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അല്ലേ. ഇപ്പോൾ ഒരു ടോട്ടൽ അഡ്മിനിസ്ട്രേഷനാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഫിനാൻസും ഓപ്പറേഷൻസും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ആ കമ്പനിയുടെ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ വളരെയധികം അവഗാഹമുള്ളവരും, അവർക്ക് ഓപ്പറേഷൻസ് മാനേജർ എല്ലാ കമ്പനിയിലും ആവശ്യമുള്ള ആളാണ്. എല്ലാ കമ്പനിക്കകത്ത് ഒരു ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയാണ് പലപ്പോഴും ഓപ്പറേഷൻസ് മാനേജേഴ്സ് ജോലി ചെയ്യുന്നത്.